സ്വാഭാവികമായിട്ടും ഓരോ മത്സരം വരുമ്പോഴും നമ്മൾ പ്രവചനം നടത്താറുണ്ട്. ആരായിരിക്കും മത്സരത്തിൽ ജയിക്കുക, എത്രയായിരിക്കും ഗോളുകൾ നേടുക, അങ്ങനെ വലിയ വലിയ പ്രവചനങ്ങൾ നടത്തിയ ഒരുപാട് പേരെ കഴിഞ്ഞ കുറേ വേൾഡ് കപ്പുകളിൽ നമ്മളിങ്ങനെ കാണുകയാണ്. നെതർലാൻഡ്സ് റൗണ്ട് ഓഫ് 32 വീഴുകയും ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തപ്പോൾ എയറിൽ പോയ ഒരു ഗണിത ശാസ്ത്രജ്ഞനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതല്ലേ? ഈ റിപ്പോർട്ട് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ 3 ലോകകപ്പുകളിലെയും വിജയികളെ കൃത്യമായി പ്രവചിച്ച് ആരാധകരെ ഞെട്ടിച്ചയാളാണ് ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായ യോക്കിംഗ് ക്ലെമന്റ്. ഇത്തവണ ഫൈനലിൽ പോർച്ചുഗലിനെ തോപ്പിച്ച് നെതർലാൻഡ്സ് കപ്പടിക്കുമെന്നായിരുന്നു ക്ലെമന്റിന്റെ പ്രവചനം. ഗണിതശാസ്ത്ര മാതൃക ഉപയോഗിച്ചായിരുന്നു പ്രവചനം. 3 തവണ കൃത്യമായി പ്രവചിച്ച ആളായതുകൊണ്ട് ആരാധകരും ഒന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പണിപാളി. ഷൂട്ടൌട്ടിൽ മൊറോക്കോയോട് തോറ്റ് ഓറഞ്ച് പട പ്രീ ക്വാർട്ടർ പോലും കാണാതെ പുറത്തായി. നോക്കൌട്ടിൽ ബ്രസീൽ ജപ്പാനോട് തോൽക്കുമെന്നായിരുന്നു ക്ലെമന്റിന്റെ മറ്റൊരു പ്രവചനം. ജപ്പാൻ കരുത്തരാണെന്നും ബ്രസീൽ അത്ര മികച്ച ടീമല്ലെന്നുമായിരുന്നു മത്സരത്തിന് മുമ്പ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ക്ലെമന്റിന്റെ വാദം. അതും തെറ്റി. ഇഞ്ചുറി ടൈമിൽ മാർട്ടിനെല്ലിയുടെ ഗോളിൽ ജപ്പാനെ തോൽപ്പിച്ച് ബ്രസീലും പ്രീ ക്വാർട്ടറിലെത്തി. പിന്നാലെ ക്ലെമന്റിനെ ട്രോളി സൂപ്പർ താരം നെയ്മാർ ജൂനിയർ. മിസ്റ്റർ യോവാക്കിംഗ് ക്ലെമന്റ്, ദയവായി അടുത്ത ലോകകപ്പിൽ വീണ്ടും ശ്രമിക്കുക എന്ന് നെയ്മർ എക്സിൽ കുറിച്ചു. ട്രോളുകളുമായി ബ്രസീൽ ആരാധകരും എത്തിയതോടെ ക്ലെമന്റ് എയറിലായി. 2014 ജർമ്മനിയുടെയും 2018 ഫ്രാൻസിന്റെയും ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുടെയും വിജയം ക്ലെമന്റ് കൃത്യമായി പ്രവചിച്ചിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാം തെറ്റി. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.